അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു മുഖ്യമായ വിഷയം പരിശുദ്ധ റജബ്. പരിശുദ്ധ റജബ് മാസം അള്ളാഹുവിന്റെ മാസമാണ്. അവന്റെ അടിമകൾ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അവൻ ധാരാളം പുറത്തു കൊടുക്കുകയും ആ അടിമകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല മാർഗത്തിലൂടെ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല കൊടുക്കും. ഈ പരിശുദ്ധ റജബിനെ നല്ല രൂപത്തിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും പരിശുദ്ധ റജബിൽ ധാരാളം ഇബാദത്ത് റബ്ബിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും അല്ലാഹു തആല ഏറ്റെടുക്കും. അതേപോലെ തന്നെ ഈ പരിശുദ്ധ റജബിൽ ഒരുപാട് ആളുകൾ അല്ലാഹു തആല നരകത്ത് നിന്ന് മോചിപ്പിച്ച് പാവങ്ങൾ പുറത്തു കൊടുത്ത് സ്വർഗത്തിലേക്ക് കയറ്റുന്ന ഒരു മാസവും കൂടിയാണ് പരിശുദ്ധ റജബ് മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം പരിശുദ്ധ റജബിനെ ബഹുമാനിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനിക്കുന്ന ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന നല്ലൊരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ചൊല്ലാൻ പഠിപ്പിച്ച അതിമഹത്തായ ഒരു ദിക്റാണ്. അവിടുന്ന് പറയുന്നു, മൻ കാല ഹീന യഹ്വി ഇലാ ഫിറാശിഹി, ഒരാൾ തന്റെ വിരിപ്പിലേക്ക്, തന്റെ ബെഡിലേക്ക്, അതായത് ഉറങ്ങാൻ പോകുന്ന സമയം ഒരാൾ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ഇതുവരെ ഒരാൾ ഒരു തവണ പറയുന്നു, എന്നാൽ ഗുഫിറത് ലഹു ദുനൂബുഹു ഇൻ കാനത് മിത്ല സബതിൽ ബഹർ, അദ്ദേഹത്തിന്റെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പുറത്തു കൊടുക്കും. എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. കടലിലെ നുരകൾക്ക് തുല്യമാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പാപങ്ങൾ, തെറ്റുകൾ, ദോഷങ്ങൾ കടലിന്റെ നുരകൾക്ക് തുല്യമുണ്ടെങ്കിൽ പോലും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് അവിടുന്ന് തായത്തങ്ങൾ അവിടെ നമുക്ക് പഠിപ്പിച്ചതാണ്. അത്ഭുത മന്ത്രം. അതുകൊണ്ട് എല്ലാവരും കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ധാരാളം തെറ്റുകൾ ഓരോ ദിവസവും ഓരോ മിനിറ്റുകൾക്ക് ചെയ്യുന്നവരാണ് പാവപ്പെട്ട നമുക്കെയും ആ തെറ്റുകളൊക്കെയും പുറത്തു കിട്ടണം. എപ്പോൾ മരിക്കും, എവിടെ മരിക്കും, ഏത് സമയത്ത് മരിക്കും, കിടന്നുറങ്ങിയവർ എഴുന്നേൽക്കാത്തൊരവസ്ഥയാണ് കേൾക്കുന്നതും കാണുന്നതും. അതുകൊണ്ട് എപ്പോൾ മരിക്കും ഒന്നും നിശ്ചിത സമയം അറിയാത്ത പാവങ്ങളാണ് നമുക്കെയും. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഒരു തെറ്റില്ലാതെ അള്ളാഹുവിലേക്ക് നമുക്ക് പൂർണ്ണമായും റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.